പക്ഷെ നമ്മൾ സ്ഥിരം കണ്ടുവന്നേക്കുന്ന ഒരു പാറ്റേൺ ഇല്ലേ, ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ്, അതായത് സ്ലോ ബേൺ ആയിട്ട് പോകുന്നു, പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് ഹൈ വരുന്നു. ആ ഒരു പരിപാടി തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള. അത്യാവശ്യം പ്രതീക്ഷ വെക്കാനുണ്ട്. സെക്കൻഡ് ഹാഫിൽ എന്തായാലും ഇന്റർവൽ ബ്ലോക്കാണ് തൂക്കിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ എന്തായാലും എന്തെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നമ്മൾ സ്ഥിരം കണ്ടുവന്നേക്കുന്ന ഫസ്റ്റിലെ സെക്കൻഡിലെ അതേ പാറ്റേൺ, വളരെ സ്ലോ ആയിട്ട്. പക്ഷെ എന്തുകൊണ്ട് ബോറടിപ്പിക്കാതെ തന്നെ നമ്മളെ ഇരുത്തി ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മളെ പിടിച്ചിരുത്തിക്കൊണ്ട് തന്നെ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും കാണും. ലാലേട്ടൻ തകർത്തു. വിഷയ അഭിനയം. ഇനി നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കട്ടെ, വീണ്ടും നമുക്ക് എന്നിട്ട് പറയാം. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. ഈ ജിത്തു ജോസഫ് സാറ് പറഞ്ഞ പോലെ കുറച്ചുകൂടെ ജോർജ് കുട്ടിയുടെ ഫേസിൽ കൂടെയാണ് കഥ പറഞ്ഞു പോണത്. അടിപൊളിയായിരുന്നു. ഇനി സെക്കൻഡ് ഹാഫ് നോക്കി പറയാം. ഫസ്റ്റ് ഹാഫ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് ഏകദേശം ചില സീനൊക്കെ അങ്ങനെയാണ്. അടിപൊളിയായിരുന്നു. എല്ലാം വർക്കൗട്ട് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇന്റർവൽ ബ്ലോക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു പരിപാടി. അടിപൊളിയായിരുന്നു. സ്ലോ ആയിട്ട് തുടങ്ങണം പടം. സ്ലോ ആയിട്ട് പയ്യെ പോയിട്ട് ഇന്റർവൽ ബ്ലോക്ക് നമ്മൾ ഈ സാധാരണ പോലെ തന്നെ അടുത്ത ആ ഒരു സെക്കൻഡ് ഹാഫ് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിർത്തിയേക്കണം നിലവിൽ. അപ്പൊ നമുക്ക് കാണാൻ പാകത്തിനായിട്ട് തന്നെ നിർത്തിയേക്കണം. അങ്ങനെ ത്രില്ലർ എന്നല്ല, നമ്മൾ ഇമോഷണൽ, നമുക്കറിയാലോ ഇനി എന്താ സംഭവിക്കാൻ കാര്യം. അതിനകത്ത് കഥ പറഞ്ഞു പോണ്. 2-3 പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനെ അവർ അവതരിപ്പിച്ച് കാണിക്കണം എന്നാണ് കാണിക്കേണ്ടത്. നന്നായി, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അത് ഫസ്റ്റ് ഹാഫ് കൂടുതൽ എടുത്ത് പറയുന്നില്ല. ഒരു ആ സ്റ്റോറി ബിൽഡ് ചെയ്ത് പോവുകയാണ്. എന്നാൽ വളരെ ടെൻഷൻ അടിപ്പിക്കുന്ന സീനാണ്. ഓരോ സീൻ ബൈ സീൻസ് പോകുമ്പോൾ ഒരു ടെൻഷൻ നൽകുന്ന രീതിയിലാണ് എന്താണ് അടുത്ത് സംഭവിക്കാന്ന്. ഇന്റർവ്യൂലാകുമ്പോൾ പടം ഒരു വേറെ റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നല്ലൊരു ദുരൂഹത തന്നെ തോന്നുന്നുണ്ട്. ഒരു പഴയ പടം പോലൊക്കെ തന്നെ അടിപൊളിയായിട്ട് ഓരോരുത്തർക്കും ഒരു കുറ്റബോധത്തിലൂടെയാണ് വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് വേറൊരു സ്റ്റൈൽ പടം മുന്നോട്ട് പോവുകയാണ്. ഒരു കഥാപാത്രം വരുന്നുണ്ട്, അതാരാന്ന് പറയത്തില്ല. കിഡിലായിട്ട് ഇന്റർവൽ സീൻ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി നല്ലൊരു മിസ്റ്ററി ത്രില്ലർ തന്നെയാണ്. തൂക്കി നല്ല തൂക്കി. ഒരു ടാഗില്ല.